നിങ്ങൾ വിചാരിക്കുന്നത് പോലെ ഒരാളല്ല രാഘവ് ചദ്ദ. ഗീക്ക് വർക്കേഴ്സിന്റെ പ്രശ്നങ്ങൾ, മെൻസ്ട്രുവൽ ഹെൽത്ത് തുടങ്ങിയ സാധാരണക്കാരുടെ ജീവിതത്തെ ബാധിക്കുന്ന ഗൗരവമായുള്ള വിഷയങ്ങൾ പാർലമെന്റിൽ അവതരിപ്പിച്ചപ്പോൾ നമ്മളൊക്കെ കരുതി അദ്ദേഹം ജനങ്ങളുടെ ശബ്ദമാണെന്ന്. നല്ല കാര്യങ്ങൾ പറയുന്നതിന് ആരും കുറ്റം പറയുന്നില്ല. പക്ഷേ ചദ്ദയും കേജ്രിവാളും BJPയും തമ്മിൽ നടക്കുന്ന മറ്റൊന്നാണ്. നമ്മൾ ഈ കാണുന്നതൊക്കെ വെറും ഒരു പേഴ്സണൽ ബ്രാൻഡിംഗ് മാത്രമാണ്. ബാക്കിയുള്ളവർ നമ്മളെ പറ്റി എന്ത് ചിന്തിക്കുന്നു എന്നതിലാണ് കാര്യം. റൈസ് ഫോർ PM, അതാണ് അൾട്ടിമേറ്റ് കിക്ക്. അത് നേടിയെടുക്കണമെങ്കിൽ ജനങ്ങളെ ഇൻഫ്ലുവൻസ് ചെയ്യണം. അതാണ് ഇവിടുത്തെ ഗെയിം. രാഘവ് ചദ്ദ പറയുന്നതിൽ കുറച്ച് കോമൺ കാര്യങ്ങളുണ്ടായിരുന്നു. ജെൻസി കണക്ഷൻ, മെൻസ്ട്രുവൽ ഹെൽത്ത്, മിഡിൽ ക്ലാസ് പ്രശ്നങ്ങൾ. പക്ഷേ ഈ സംസാരമൊന്നും കേജ്രിവാളിനെതിരെയോ മോദിക്കെതിരെയോ ആയിരുന്നില്ല. AAP ആഗ്രഹിച്ചത് അദ്ദേഹം LPG ക്രൈസിസ്, തൊഴിലില്ലായ്മ, ഫോറിൻ പോളിസി തുടങ്ങിയ വലിയ കാര്യങ്ങൾ സംസാരിക്കണമെന്നായിരുന്നു. ഒരു പാർട്ടിയുടെ നേതാവാകുമ്പോൾ പാർട്ടിയും കൂടി നയിക്കണം. പക്ഷേ പുള്ളിക്കാരൻ സ്വന്തം ബ്രാൻഡ് കെട്ടിപ്പടുക്കാനാണ് നോക്കിയത്. ഒരു പോയിന്റ് എത്തുമ്പോൾ പ്രശ്നങ്ങൾ ഉണ്ടാകുമെന്ന് മനസ്സിലാക്കി സ്വന്തമായിട്ട് വഴിവെട്ടി തെളിക്കാനായിരുന്നു അദ്ദേഹത്തിന്റെ ശ്രമം. ആ ഗെയിമിൽ അദ്ദേഹം വിജയിക്കുകയും ചെയ്തു. നമുക്ക് കുറച്ചും കൂടി ഡീപ്പായിട്ട് ചിന്തിക്കാം. AAPയും അരവിന്ദ് കേജ്രിവാളും കോളേജിൽ നിന്ന് രാഷ്ട്രീയത്തിലേക്ക് കൊണ്ടുവന്ന വ്യക്തിയാണ് രാഘവ് ചദ്ദ. അദ്ദേഹത്തെ രാജ്യസഭയിലേക്ക് അയച്ചു. പാർട്ടിയിൽ വലിയ റോളുകൾ നൽകി. പക്ഷെ പാർട്ടിയുടെ മോശ ദിവസങ്ങൾ തുടങ്ങിയപ്പോൾ രാഘവ് ചദ്ദ എവിടെയായിരുന്നു? കേജ്രിവാളും മനീഷ് സിസോദിയയും സഞ്ജയ് സിംഗും ഒക്കെ ED കേസിൽ കുടുങ്ങി ജയിലിൽ പോയപ്പോൾ അദ്ദേഹം ഐ സർജറിക്ക് വേണ്ടി വിദേശത്തായിരുന്നു. പാർട്ടി മെമ്പേഴ്സും നേതാക്കളും തെരുവിലിറങ്ങി അടികൊള്ളുകയും ജയിലിൽ പോവുകയും ചെയ്തപ്പോൾ പോലും അദ്ദേഹം തിരിച്ചു വന്നില്ല. ഇതിനെക്കുറിച്ച് ഒരക്ഷരവും മിണ്ടിയിട്ടില്ല. കേജ്രിവാൾ ജയിൽ മോചിതനായി പുറത്തു വന്നപ്പോൾ പോലും ഒരു ട്വീറ്റ് ചെയ്യാൻ പോലും അദ്ദേഹം തയ്യാറായില്ല. മോദി സർക്കാരിനോട് ചോദ്യങ്ങൾ ചോദിക്കാൻ രാഘുജിക്ക് ഭയമായിരുന്നു. വോട്ട് ചോറി, SIR, കേജ്രിവാൾ അറസ്റ്റ് വരെ പുള്ളിക്കാരൻ സൈലന്റ് ആയിരുന്നു. പ്രതിപക്ഷ പാർട്ടികൾ ഒന്നടക്കം ഇലക്ഷൻ കമ്മീഷനെ മാറ്റണമെന്ന് ആവശ്യപ്പെട്ട് ഇംപീച്ച്മെന്റ് മോഷൻ കൊണ്ടുവന്നപ്പോൾ 193 MPമാരും സൈൻ ചെയ്തു. പക്ഷേ രാഘവ് ചദ്ദ മാത്രം സൈൻ ചെയ്തില്ല. ഗ്യാസ് ക്രൈസിസിനെ കുറിച്ച്, ഇന്റർനാഷണൽ ഡിപ്ലോമസിയെ കുറിച്ച് പ്രതിപക്ഷം ചോദ്യം ചോദിക്കുമ്പോഴും രാഘവ് സൈലന്റ് ആയിരുന്നു. AAPയുടെ രാജ്യസഭാ മെമ്പർ ആണെങ്കിൽ എന്തുകൊണ്ടാണ് അദ്ദേഹം പാർട്ടിയെ സപ്പോർട്ട് ചെയ്യാത്തത്? ഈ പോയിന്റുകളെല്ലാം ഒന്ന് കണക്ട് ചെയ്ത് നോക്കുമ്പോൾ ഒന്നുകിൽ അദ്ദേഹം BJPയുമായി കോംപ്രമൈസ് ചെയ്തിട്ടുണ്ടാകും, അതല്ലെങ്കിൽ സ്വന്തമായി ഒരു പാർട്ടി രൂപീകരിക്കാനോ കോൺഗ്രസിലേക്കോ മറ്റു മാറാനോ ഉള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് നിങ്ങൾ ഈ കാണുന്നതൊക്കെ വെറും ഒരു PR വർക്കാകാനും ചാൻസ് ഉണ്ട്. മിന്നുന്നതെല്ലാം പൊന്നല്ല. സത്യങ്ങൾ തിരിച്ചറിയുക.